ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ ലഞ്ച് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശിശിര. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള അസ്പയർ ടു വിൻ. ഇതിലെ ദ റേസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ 9th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ദ റേസ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൻ്റെ കുറച്ച് ഭാഗം എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ മുന്നത്തെ ക്ലാസ് കാണാത്തവരാണെങ്കിൽ അതൊന്ന് പോയി കാണാൻ ശ്രമിക്കുക. അതിനുശേഷം സെക്കൻഡ് പാർട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എവിടെ വെച്ചായിരുന്നു നിർത്തിയത്? തരുണിനോട് രാംനാരായണൻ പറയുന്നുണ്ട് നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഒരു റേസ് നടക്കുന്നുണ്ടെന്നും ആ ഒരു റേസിൽ നീ വിജയിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ ട്രെയിൻ ചെയ്തോളാമെന്നും അദ്ദേഹം അവന് വാക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് പറയുന്നത്. ദാറ്റ് ഈസ് നോ ബിഗ് ഡീൽ. അതത്ര വലിയ കാര്യമൊന്നുമല്ല. ഐ ക്യാൻ ഡു ഇറ്റ്. ക്യാൻ ഐ തോട്ട് തരുൺ. എനിക്ക് കഴിയും. പിന്നെ അവനൊരു ഡൗട്ട് വരികയാണ്. കഴിയില്ലേ എന്നുള്ള ആ ഒരു ഡൗട്ട് വന്നതിന് ശേഷം അവൻ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, എന്നെക്കൊണ്ട് സാധിക്കില്ലേ? I will sir, he heard himself saying with the complete conviction. എനിക്ക് കഴിയും, ഞാൻ ജയിക്കുമെന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തിൽ അവൻ സ്വയം പറഞ്ഞു. Fine boy, it is my job to get you entry in the race and remember yours to win it. എന്താ പറയുന്നത്? ഫൈൻ ബോയ്, എൻ്റെ ജോലി എന്ന് പറയുന്നത് നിനക്കൊരു അവസരം തരിക എന്നുള്ളതായിരുന്നു. ഓർക്കുക, ഇനി നീയാണ് ചിന്തിക്കേണ്ടതും അതുപോലെ തന്നെ വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടതും പ്രയത്നിക്കേണ്ടതും. ടെൽ മീ വാട്ട് ഈസ് യുവർ നെയിം ആസ്ക്ഡ് രാംനാരായൺ. അതിനുശേഷം അദ്ദേഹം അവൻ്റെ പേര് ചോദിക്കുകയാണ്. തരുൺ കപൂർ അവൻ പറഞ്ഞു. തരുൺ, ഐ വിൽ മീറ്റ് യു ഹിയർ ആഫ്റ്റർ 5 days ടു ഗിവ് യു യുവർ പാർട്ടിസിപ്പേഷൻ കാർഡ്. ഓൾ ദ ബെസ്റ്റ് സെഡ് രാംനാരായൺ ആൻഡ് ലെഫ്റ്റ്. അപ്പോൾ അവൻ്റെ പേര് പറഞ്ഞതിന് ശേഷം അവനോട് പറയുകയാണ്, തരുൺ, തന്നെ ഞാൻ ഒരു 4 ദിവസത്തിന് ശേഷം വീണ്ടും മീറ്റ് ചെയ്യും. എന്തിനാണ് മീറ്റ് ചെയ്യുന്നത്? തൻ്റെ പാർട്ടിസിപ്പേഷൻ കാർഡ് തരാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും തന്നെ മീറ്റ് ചെയ്യും. അതും പറഞ്ഞിട്ട് അദ്ദേഹം പോയി. ഓൺ ദ വേ ഹോം തരുൺ തോട്ട് ദാറ്റ് ഇഫ് ഹിസ് ഫാദർ ഹാഡ് നോട്ട് സ്കോൾഡഡ് ഹിം ഹി വുഡ് നോട്ട് ഹാവ് ഗോട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി. അതായത് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് തരുൺ എന്താ ചിന്തിക്കുന്നത്? ഇഫ് ഹിസ് ഫാദർ ഹാഡ് നോട്ട് സ്കോൾഡഡ് ഹിം ഹി വുഡ് നോട്ട് ഹാവ് ഗോട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി. തൻ്റെ ഫാദർ തന്നെ വഴക്ക് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ തനിക്കിതുപോലൊരു നല്ല അവസരം പിന്നീട് കിട്ടുമായിരുന്നു എന്നുള്ള കാര്യം അവൻ ആലോചിക്കുകയാണ്. ദ നെക്സ്റ്റ് ഡേ ബ്രോട്ട് എ ന്യൂ റേ ഓഫ് ഹോപ്പ്. എന്താ പറയുന്നത്? അടുത്ത ദിവസം എന്ന് പറയുന്നത് പുതിയൊരു പ്രതീക്ഷയുടെ ഒരു ദിവസമായിരുന്നു. തരുൺ ഗോട്ട് അപ്പ് ഏർലി. അവൻ ഒരുപാട് നേരത്തെ എണീറ്റു. ഹാഡ് മിൽക്ക് ആൻഡ് ബിഫോർ ഹിസ് മദർ കുഡ് ഫിനിഷ് ഹെർ ക്വയറി ഓൺ വാട്ട് ഹി വാസ് അപ് ടു ആൻഡ് ഹി റാൻ ഔട്ട് ആൻഡ് വെൻറ്റ് ടു ദ നെഹ്റു സ്റ്റേഡിയം ടു ചെക്ക് ദ ഡീറ്റെയിൽസ് ഓഫ് ദ റേസ്. അതായത് അവന് ഒരുപാട് നേരത്തെ എണീറ്റിട്ട് പാലൊക്കെ കുടിച്ച് അതിനുശേഷം അവൻ്റെ മദറിനെ കാണാതെ, മദർ താൻ എങ്ങോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ ഇത്രയും നേരത്തെ എന്തിനാണ് എണീറ്റത് എന്നൊക്കെ കാര്യം ചോദിക്കുന്നതിന് മുന്നേ തന്നെ ആ മദറിനെ കാണാതെ അവൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടി. എവിടേക്കാണ് പോകുന്നത്? നെഹ്റു സ്റ്റേഡിയത്തിലേക്ക്. ആ ഒരു റേസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട്, അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് പോയി. തരുൺ വാസ് വെരി ഹാപ്പി ഇൻഡീഡ്. അവൻ യഥാർത്ഥത്തിൽ വളരെ ഹാപ്പിയിലായിരുന്നു. തരുൺ സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് സീരിയസ്ലി മീൻസ് തീഷ്ണതയോടെ. അതായത് അവൻ്റെ പ്രാക്ടീസ് വളരെ നേരത്തെ വളരെ തീഷ്ണതയോടെ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എവറി ഡേ ഹി വുഡ് ഗെറ്റ് അപ്പ് അറ്റ് 4 in the morning ആൻഡ് റൺ അപ്പ് ടു 10 miles. എല്ലാ ഡേയ്സും അവന് ഒരു 4 മണിക്കൊക്കെ എണീറ്റ് ഒരു 10 മൈലൊക്കെ ഓടുമായിരുന്നു. In the evenings, he would time himself according to the 1000-meter distance prescribed by the competition. അതായത് വൈകുന്നേര സമയത്ത് എന്താ ചെയ്തിരുന്നത്? അവൻ സ്വന്തമായിട്ടൊരു പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ട് 1000 meter മാനേജ് ചെയ്തിട്ട് ഓടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. He wanted everything to be perfect. അവനെല്ലാം ഒരു പെർഫെക്റ്റ് ആയിട്ട് വേണമായിരുന്നു. It was for the first time in his life that he was demanding such perfection in things he did, he thought. അതായത് അവൻ്റെ ലൈഫിൽ അവൻ ആദ്യമായിട്ടായിരുന്നു അതുപോലെ ഒരു പെർഫെക്ഷൻ വേണമെന്നും അല്ലെങ്കിൽ ആ ഒരു കാര്യം വളരെ പെർഫെക്റ്റായിട്ട് ചെയ്ത് തീർക്കണമെന്നൊക്കെ പറയുകയും ചിന്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ടൈം ആയിരുന്നു. ഹി ഓൾസോ വാണ്ടഡ് സം വൺ ടു ബാക്ക് ഹിം അപ്പ് ആൻഡ് സോ ഹി ടോൾഡ് എവറിത്തിങ് ടു ഹിസ് മദർ. അതായത് അവനൊരു ധൈര്യമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രചോദനമായിട്ട് തനിക്ക് സപ്പോർട്ടായിട്ട് ഒരാൾ വേണമെന്നും അതിന് ഏറ്റവും നല്ലത് തൻ്റെ മദറാണെന്നും കരുതിയിട്ട് അവന് ആ ഒരു റേസിന് പങ്കെടുക്കുന്ന കാര്യവും രാംനാരായണനെ കണ്ട കാര്യമൊക്കെ അവൻ്റെ അമ്മയോട് തുറന്നു പറഞ്ഞു. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം.
Tarun practiced vigorously for 5 days and then promptly met Ramnarayan to collect his participation card. അതായത് തരുൺ ഒരു 5 ഡേ വളരെ കഠിനമായിട്ട് പരിശ്രമിക്കുകയും അതിനുശേഷം രാംനാരായണനെ കാണുകയും ചെയ്തു. എന്തിനായിരുന്നു രാംനാരായണനെ മീറ്റ് ചെയ്തത്? അവൻ്റെ ആ ഒരു പാർട്ടിസിപ്പേഷൻ കാർഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു രാംനാരായണനെ മീറ്റ് ചെയ്തതല്ലേ. He gazed at the piece of paper on which his name had been printed boldly. It meant so much to him. അവൻ്റെ പേര് വലിയ ബോൾഡ് ലെറ്റേഴ്സിൽ എഴുതിയ ആ ഒരു പേപ്പർ കഷ്ണത്തിലേക്ക് അവൻ വല്ലാതെ തുറിച്ചു നോക്കി. അവനെ സംബന്ധിച്ചിടത്തോളം അത് അത്രയും വലിയൊരു ഹാപ്പി തരുന്നൊരു കാര്യമായിരുന്നു. കാരണം അതുപോലൊരു റേസിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ട് അവൻ കരുതി. However hard, I must win this race, thought he. എത്ര ടൈറ്റായിട്ടുള്ള എത്ര ഹാർഡായിട്ടുള്ള കോമ്പറ്റീഷൻ ആയാലും എനിക്ക് തന്നെ വിൻ ചെയ്യണമെന്ന് അവൻ മനസ്സിൽ നിശ്ചയിച്ചു. He wanted to show his father that he was not really the black sheep of the family and that he could be good at something at least. നമ്മൾ ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു അവനെ തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത ആ ഒരു അവസ്ഥയെക്കുറിച്ചിട്ട്. അവന് സ്വന്തമായിട്ട് അവനൊരു ബ്ലാക്ക് ഷീപ്പാണെന്നുള്ള ആ ഒരു ചിന്തയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് അവനെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്നുള്ള ആ ഒരു തെറ്റായ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു റേസിൽ വിജയിക്കുന്നതോടെ തൻ്റെ ഫാദറിൻ്റെ മുന്നിൽ താൻ ഒന്നിനും കൊള്ളാത്തവനല്ല എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണ മാറ്റിക്കൊടുക്കാമെന്നുള്ള ആ ഒരു ആത്മവിശ്വാസവും ആഗ്രഹവും അവനുണ്ടായി. ഇറ്റ് വാസ് 14th November. Bowing low for the blessings of his mother, തരുൺ pedaled away to the stadium. അങ്ങനെ ആ ഒരു November 14th ആയി. എന്തായിരുന്നു പ്രത്യേകത? November 14th പ്രത്യേകത എന്തായിരുന്നു? അന്നാണ് ശിശുദിനം. മാത്രമല്ല കേട്ടോ, നമ്മുടെ അന്നായിരുന്നു ആ ഒരു നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ആ ഒരു റേസ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവൻ അങ്ങനെ രാവിലെ അമ്മയുടെ ബ്ലെസ്സിങ്സ് ഒക്കെ വാങ്ങിയിട്ട് സ്റ്റേഡിയത്തിലേക്ക് പോയി. There was a huge crowd waiting to go inside. അവിടെ എത്തിയപ്പോഴാണ് ഒരു ഹ്യൂജ് ക്രൗഡ് തന്നെ അവിടെ ഉണ്ടായിരുന്നു. എന്തിനായിരുന്നു? ഹ്യൂജ് ക്രൗഡ് മീൻസ് വലിയൊരു ജനക്കൂട്ടം. അപ്പോൾ ആ ഒരു റേസ് കാണാൻ വേണ്ടിയിട്ടും അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുമൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ പുറത്തുണ്ടായിരുന്നു. തരുൺ entered the office where a signboard read participants only with his heart beating faster every second. അവിടെ എത്തിയിട്ട് അവിടെയുള്ള ഒരു ഓഫീസിനകത്തേക്ക് അവൻ പോയി. ആ ഒരു ഓഫീസിൻ്റെ വെളിയിൽ എന്തായിരുന്നു എഴുതിയിരുന്നത്? അതായത് പാർട്ടിസിപ്പൻസിന് മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമുള്ളൂ എന്നുള്ള ആ ഒരു സൈൻ ബോർഡും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് അവൻ ആ ഒരു ഓഫീസിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അവൻ്റെ ഹാർട്ട് ബീറ്റിൻ്റെ അളവ് കൂടി, അതായത് നന്നായിട്ട് ഹൃദയമിടിപ്പ് തുടങ്ങി. ഇൻസൈഡ് there were about 15 participants waiting for the race to begin. അവിടെ ഏകദേശം ഒരു 50ഓളം പാർട്ടിസിപ്പൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു റേസ് തുടങ്ങുന്നതിനായിട്ട് ഒരു 50ഓളം പാർട്ടിസിപ്പൻസ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. He felt someone patting him on the shoulders. Hello Tarun, it was Ramnarayan. All the best, he said affectionately. അതായത് അവൻ്റെ ഷോൾഡറിൽ ആരോ ഒന്ന് തട്ടിക്കൊണ്ട് ഹലോ തരുൺ എന്ന് പറഞ്ഞിട്ട് അവനെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ നോക്കിയപ്പോൾ ആരായിരുന്നത്? ഇറ്റ് വാസ് രാംനാരായണൻ ആയിരുന്നത്. അദ്ദേഹം ഒരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു. ഹി സെഡ് അഫെക്ഷനേറ്റ്ലി മീൻസ് വളരെ സ്നേഹത്തോടെ ഒരു പ്രത്യേക കെയറോട് കൂടിയിട്ട് അദ്ദേഹം ഒരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു. തരുൺ സ്മൈൽഡ് അറ്റ് ഹിം ബട്ട് ഡിഡ് നോട്ട് സേ എ വേർഡ്. അവനതിന് മറുപടിയായിട്ട് ഒരു സ്മൈൽ മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ച് ഒരു കാര്യവും ഒരു വേർഡ് പോലും അദ്ദേഹത്തോട് അവൻ തിരിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്തായിരുന്നു? ഫിയർ ഹാർട്ട് ഗ്രിപ്ഡ് ഹിം ഫ്രം ദ ലീഡ് ടു ഫുട്ട്. അതായത് പേടി അവനെ കീഴടക്കിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ കാല് മുതൽ ഹെഡ് വരെ അത്രയും ഭാഗത്ത് മുഴുവനായിട്ടും അവനെ ഭയം കൊണ്ട് നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് തിരിച്ച് സംസാരിക്കാനൊന്നും തന്നെ കഴിയുന്നുണ്ടായിരുന്നില്ല. പകരം അവന് ഒരു സ്മൈൽ മാത്രമാണ് അദ്ദേഹത്തിന് റിപ്ലൈ ആയിട്ട് കൊടുത്തത്. ഓൾ ദ പാർട്ടിസിപ്പൻസ് ലൈൻഡ് അപ്പ്. എല്ലാ പാർട്ടിസിപ്പൻസും ലൈനായിട്ട് നിൽക്കാൻ തുടങ്ങി. എവറി ഫേസ് ഗ്ലിറ്റേർഡ് മീൻസ് തിളങ്ങുക. എവറി ഫേസ് ഗ്ലിറ്റേർഡ് വിത്ത് ദ ഹോപ്പ് ഓഫ് വിന്നിങ് ദ റേസ്. എല്ലാവരുടെയും ഫേസ് തിളങ്ങുന്നുണ്ടായിരുന്നു. അതായത് എല്ലാവരിലും ജയിക്കുമെന്നുള്ള ആ ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ഫേസിൽ ഒരു തിളക്കുണ്ടായിരുന്നു. ഈച്ച് വൺ ഓഫ് ദം ഹാഡ് ഹിസ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഇൻ ദി സ്റ്റാൻഡ്സ് ടു ചിയർ ഫോർ ഹിം. എല്ലാവരുടെയും കൂടെ അവരുടെ ഫാമിലിയോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഗ്യാലറിയിൽ അവരുടെ ആ ഒരു റേസ് കാണാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ടു ഹിസ് അമേസ്മെൻറ്റ് തരുൺ കോട്ട് സൈറ്റ് ഓഫ് ഹിസ് മദർ ഇൻ ദി സ്റ്റാൻഡ്സ്. ആ ഒരു സമയത്താണ് അവനെ ഞെട്ടിപ്പിക്കുന്ന ഒരു അമേസ്മെൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ച അവൻ കണ്ടത്.
അവൻ്റെ അമ്മ ഗാലറിയിൽ അവൻ്റെ കളി കാണാൻ വേണ്ടിയിട്ട്, അവൻ്റെ ആ ഒരു റേസ് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് റിയലി അമേസിങ്. ദ ഫിയർ ഇൻ ഹിസ് ഐസ് ഗേവ് വേ ടു കോൺഫിഡൻസ്. അവൻ്റെ കണ്ണുകളിലുണ്ടായിരുന്ന ആ ഒരു ഭയമൊക്കെ മാറിയിട്ട് ഒരു കോൺഫിഡൻസ് ആയിട്ട് മാറിക്കിട്ടി. അതായത് ആദ്യമൊക്കെ അവനിൽ ഒരു ഭയമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഗാലറിയിൽ അവൻ്റെ അമ്മയെ കൂടി കണ്ടപ്പോൾ അവൻ്റെ ആ ഒരു ഭയമൊക്കെ മാറിയിട്ട് അവനിൽ കോൺഫിഡൻസ് വളർന്നു വന്നു. ദ വിസിൽ ബ്ലൂ ആൻഡ് ഓൾ ദ പാർട്ടിസിപ്പൻസ് സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് ഓൾ ദിയർ മൈറ്റ്. അതായത് ആ ഒരു വിസിലിൻ്റെ ആ ഒരു മുഴക്കം കേട്ടതും എല്ലാവരും അവരുടെ മാക്സിമം ഓടാനായിട്ട് തുടങ്ങി. ദേ വർ ഓൾ ഡിറ്റർമൈൻഡ് ടു ബി ദ വിന്നർ ഓഫ് ദ റേസ്. എല്ലാവരുടെയും മൈൻഡിൽ എന്തായിരുന്നു, അവരായിരിക്കും ആ ഒരു വിന്നർ ആവുക എന്നുള്ള, ആ ഒരു റേസിൽ വിന്നർ ആവുക എന്നുള്ളതായിരുന്നു എല്ലാ പാർട്ടിസിപ്പൻസിൻ്റെയും മൈൻഡിലുണ്ടായിരുന്നത്. ഇൻ ദി ലീഡ് വാസ് ദ ഫാസ്റ്റസ്റ്റ് ഓഫ് ദം ഓൾ തരുൺ. അതായത് എല്ലാവരുടെയും ലീഡിന് മുന്നിൽ നിൽക്കുന്നത് ആരായിരുന്നു? തരുൺ തന്നെയായിരുന്നു ഏറ്റവും ഫസ്റ്റായിട്ട് നിൽക്കുന്നത്. സീയിങ് ഹിംസെൽഫ് എഹെഡ് ഓഫ് എവറിബഡി, തരുൺ ഫെൽറ്റ് വെരി പ്രൗഡ് ഓഫ് ഹിംസെൽഫ്. അതായത് അവൻ മറ്റുള്ളവരെക്കാൾ മുന്നിലാണെന്ന് സ്വയം മനസ്സിലാക്കിയപ്പോൾ അവന് സ്വന്തമായൊരു അഭിമാനം തോന്നി. അതുവരെ തന്നെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല എന്നുള്ള ആ ഒരു മൈൻഡിലായിരുന്നു. പിന്നീട് അവൻ ഇങ്ങനെ ഓടുന്നതിനിടെ ഒന്ന് നോക്കിയപ്പോൾ താനാണ് ഏറ്റവും ഫസ്റ്റ് എന്ന് കണ്ടപ്പോൾ അവന് സ്വന്തമായിട്ടൊരു അഭിമാനവും ഒരു സെൽഫ് കോൺഫിഡൻസൊക്കെ ഉണ്ടായി. On the track there was a shallow path. As he was running fast, Tarun did not notice that and he slipped. എന്താ പറയുന്നത്, അവർ ഓടുന്ന ആ ഒരു വഴിയിൽ ഒരു ഷാലോ പാത്ത് ഉണ്ടായിരുന്നു. ഷാലോ പാത്ത് മീൻസ് ഒരു ഇടുങ്ങിയ വഴി, അല്ലെങ്കിൽ ഒരു ഹൈറ്റിൽ വേരിയേഷൻ വരുന്ന ഒരു ലൈൻ ഉണ്ടായിരുന്നു ഓടാൻ വേണ്ടിയിട്ട്. അതവൻ ശ്രദ്ധിക്കാതെ നിൽക്കുകയും അവൻ്റെ ആ ഓട്ടത്തിൻ്റെ ആ ഒരു വേഗതയിൽ അവനത് ശ്രദ്ധിക്കാതെ പോവുകയും അവിടെ അവൻ സ്ലിപ്പായിട്ട് വീഴുകയും ചെയ്യുന്നുണ്ട്. ബ്രീത്തിങ് ഫാസ്റ്റ് ഹി സോ ദ അതർ കിഡ്സ് ഗോയിങ് പാസ് ഹിം. മറ്റുള്ളവരൊക്കെ അവനെ പാസ് ചെയ്ത് ഓടുന്നതായിട്ട് അവൻ കണ്ടു. ഹി കുഡ് നോട്ട് ബി എ ലോസ് ടുഡേ ആൻഡ് സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എ സെക്കൻഡ്. അതായത് അവനന്ന് ലോസറാവാൻ വേണ്ടിയിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതായത് താൻ അവിടെ പരാജയപ്പെട്ടു പോയി എന്നുള്ള ആ ഒരു മൈൻഡിലായിരുന്നില്ല. എല്ലാവരും അവനെക്കാട്ടിലും മുന്നിലായിട്ട് ഓടുന്നത് കണ്ടപ്പോൾ തൻ്റെ മുന്നിൽ ഒരു സമയവും വേസ്റ്റ് ആക്കാനില്ല, അതിനെ ഓവർകം ചെയ്തിട്ട് എങ്ങനെയെങ്കിലും വിൻ ചെയ്യണമെന്നുള്ള ആഗ്രഹമായിരുന്നു അവൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. He got up to run once more. Being quick, Tarun overlooked a few kids ahead of him. But as fate had it, he slipped once again. എന്താണ് പറയുന്നത്? അതായത് അവൻ ആദ്യത്തെ തവണ വീണു. ആ ഒരു സമയത്ത് അവൻ്റെ മുന്നിൽ സമയം വേസ്റ്റ് ചെയ്യാനില്ല എന്ന് കരുതിയിട്ട് അവൻ അവിടെ നിന്ന് എണീക്കുകയും ആ ഒരു ട്രാക്കിലൂടെ വീണ്ടും ഓടാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ കുറച്ച് കുട്ടികൾ അവന് പിന്നിലാക്കി. പക്ഷേ വിധി എന്ന് പറയട്ടെ, രണ്ടാമത്തെ തവണയും അവൻ ആ ഒരു ട്രാക്കിൽ സ്ലിപ്പായിട്ട് വീഴുകയുണ്ടായി. വാട്ട് വാസ് ഹാപ്പനിങ് ടു ഹിം? എന്താണ് അവന് പറ്റിയത്? ഹി കുഡ് നോട്ട് ബിയർ ഇറ്റ്. അവനത് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ബിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സഹിക്കുക. അതായത് അവൻ്റെ ആ ഒരു വീഴ്ച, രണ്ടാമത് വീണത് അവന് പിന്നീട് സഹിക്കാൻ കഴിഞ്ഞില്ല. ഹി ലുക്ക്ഡ് ഇൻ ടു ദ ക്രൗഡ് ആൻഡ് സോ ഹിസ് മദർ. അവൻ ആ ഒരു ആൾക്കൂട്ടത്തിലേക്ക് നോക്കുകയും അവിടെ അവൻ്റെ മദറിനെ കാണുകയും ചെയ്തു. ഷി വാസ് സേയിങ് സംതിങ് ടു ഹിം. ഗെറ്റ് അപ്പ് സൺ, ഗെറ്റ് അപ്പ് ആൻഡ് റൺ. അതായത് അവൻ അവിടെ നിന്ന് ആ ഒരു ഗാലറിയിലേക്ക് നോക്കിയപ്പോൾ തൻ്റെ മദർ എന്തോ ഒന്നിങ്ങനെ പറയുന്നതായിട്ട് അവന് ഫീൽ ചെയ്തു. അപ്പോൾ എന്തായിരുന്നു പറഞ്ഞത്? ഗെറ്റ് അപ്പ് സൺ, എഴുന്നേൽക്ക് മകനെ, എഴുന്നേൽക്ക്, എന്നിട്ട് നന്നായിട്ട് ഓടുക എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവനങ്ങനെ മോട്ടിവേറ്റ് ചെയ്യായിരുന്നു ഗാലറിയിൽ നിന്നുകൊണ്ട് അമ്മ. തരുൺ ഗോട്ട് അപ്പ് വൺസ് അഗെയിൻ. അവന് അവിടെ നിന്ന് ഒരിക്കൽ കൂടി എഴുന്നേറ്റു. ഹി വാസ് എമംഗ് ദ ലാസ്റ്റ് ഫ്യൂ. അതായത് ഇപ്പോൾ ഏറ്റവും പുറകിലുള്ളവരുടെ കൂട്ടത്തിലായിരുന്നു അവന്. വൺസ് മോർ ഹി ഓവർടുക്ക് സം ചിൽഡ്രൻ. ഒരിക്കൽ കൂടി അവന് കുറച്ച് കുട്ടികളെ പിറകിലാക്കി. സിൻസ് ഹി വാസ് ഫ്രെറ്റിംഗ് എ ലിറ്റിൽ ടു മച്ച് ഹി ഫെൽ എ തേർഡ് ടൈം. അതായത് അവനിൽ ആദ്യത്തെ 2 തവണ വീണ കാര്യങ്ങളൊക്കെ അവൻ്റെ മൈൻഡിൽ ഇങ്ങനെ വല്ലാതെ അവനെ വിഷമിപ്പിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ആലോചിച്ച് ഓടുന്നതിനിടയിൽ അവൻ മൂന്നാമതും വീണുപോയി. ടിയേഴ്സ് വർ റോളിംഗ് ഡൗൺ ഹിസ് ചീക്സ്. അവൻ്റെ കവിളിലൂടെ കണ്ണുനീർത്തുള്ളികൾ ഒഴുകാനായിട്ട് തുടങ്ങി. റോളിംഗ് മീൻസ് ഒഴുകുക. ഹൗ വിൽ ഹി ഗെറ്റ് ഇൻ ടു രാംനാരായൺ ട്രെയിനിങ് നൗ? ഇനി എങ്ങനെയാണ് അദ്ദേഹം എന്നെ ട്രെയിൻ ചെയ്യുക? ഹൗ വിൽ ഹി പ്രൂവ് ടു ഹിസ് പാരൻസ് ദാറ്റ് ഹി വാസ് ടാലൻറ്റഡ്? താൻ ടാലൻറ്റഡ് ആണെന്ന് എങ്ങനെയാണ് തൻ്റെ പാരൻസിന് മുന്നിൽ തെളിയിക്കുക? അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ അവൻ്റെ മൈൻഡിലൂടെ കടന്നുപോയി. ഹി വാസ് ദ ലാസ്റ്റ് കിഡ് ഓൺ ദ ട്രാക്ക് നൗ. ഇപ്പോൾ ട്രാക്കിലെ ഏറ്റവും ലാസ്റ്റത്തിലെ കുട്ടിയാണ് തരുൺ എന്ന് പറയുന്നത്. ഹി ടേൺ ഹിസ് ഐസ് ടുവാർഡ്സ് ദ സ്റ്റാൻഡ്സ്. സ്റ്റാൻഡ്സ് മീൻസ് ഗാലറി. അവൻ്റെ കണ്ണ് ആ ഒരു ഗാലറിയിലേക്ക് ഓടിച്ചു. ദെൻ ഹി ഹിയർഡ് രാംനാരായൺ സ്ക്രീമിങ് ഫ്രം സംവേർ, കം ഓൺ തരുൺ. ആ ഒരു സമയത്ത് എവിടെ നിന്നോ രാംനാരായണൻ്റെ ഉച്ചത്തിലുള്ള ആ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത്? കമോൺ കമോൺ എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് സോ ഹി ഗോട്ട് അപ്പ് എ തേർഡ് ടൈം. അങ്ങനെ അവൻ 3-ാം തവണയും എഴുന്നേറ്റു. ദിസ് 12-year ഓൾ ഡിറ്റർമൈൻഡ് ബോയ് ഹു വാസ് ലാസ്റ്റ് ഓൺ ദ ട്രാക്ക് ഗോട്ട് അപ്പ് ആൻഡ് റാൻ വിത്ത് ഓൾ ദ സ്ട്രെങ്ത് ഹി ഹാഡ്.
അപ്പോൾ എന്താ പറയുന്നത്, ആ ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷനുള്ള ആ ഒരു 12-year-old ബോയ് അവൻ്റെ മുഴുവൻ കരുത്തോടും കൂടിയിട്ട് ആ ഒരു ട്രാക്കിൽ ഓടാനായിട്ട് തുടങ്ങി. ദ ക്രൗഡ് വാസ് ചിയറിംഗ് ഫോർ പവൻ, ദ ബോയ് ഹു ഹാഡ് വോൺ ദ റേസ്. അതായത് ആ ഒരു റേസിൽ ജയിക്കാനായിട്ട് നിൽക്കുന്ന പവൻ എന്ന് പറയുന്ന ആ ഒരു കുട്ടിയെയായിരുന്നു ആ ഒരു ഓഡിയൻസ് മുഴുവനും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ആ ഒരു ട്രാക്കിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് പവനായിരുന്നു. പെട്ടെന്നായിരുന്നു അവിടെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. എന്തായിരുന്നു ട്വിസ്റ്റ്? ബട്ട് ടു തരുൺസ് സർപ്രൈസ് ദർ വാസ് എ ലൗഡർ അപ്ലോസ് വെൻ ഹീ ക്രോസ്ഡ് ദ ഫിനിഷിംഗ് ലൈൻ ലാസ്റ്റ്. എന്നാൽ തരുണിനെ വരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പവന് കിട്ടിയ കയ്യടിയേക്കാൾ കൂടുതൽ കയ്യടി തരുണിന് കിട്ടാനായിട്ട് തുടങ്ങി. The audience cheered for his determination and his valor for the never giving up. അതായത് ഓഡിയൻസിൻ്റെ ആ ഒരു പ്രോത്സാഹനം എന്തിനുള്ളതായിരുന്നു? അവൻ്റെ ആ ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷനുള്ളതായിരുന്നു. അതുപോലെ തന്നെ ഒരിക്കലും തോറ്റു കൊടുക്കാൻ തയ്യാറാവാത്ത അവൻ്റെ ആ ഒരു ദൃഢമനസ്സിന് വേണ്ടിയിട്ടും കൂടെ ആയിരുന്നു. He bowed his head with shame and said to രാംനാരായൺ, "I'm sorry sir, I lost." അതായത് അവൻ നാണത്തോടു കൂടിയിട്ട് തല താഴ്ത്തിക്കൊണ്ട് വളരെ ലജ്ജയോടു കൂടി പറഞ്ഞു, "I'm sorry sir, I lost." എന്നെക്കൊണ്ടത് നേടിയെടുക്കാനായിട്ട് സാധിച്ചില്ല. "ഐ എം സോറി സർ." "നോ സൺ, ടു മീ യു ഹാവ് വോൺ ദ ടഫസ്റ്റ് റേസ്, ദ റേസ് ഓഫ് യുവർ ലൈഫ്." അതായത് ഒരിക്കലുമില്ല, നീ പരാജയപ്പെട്ടിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നീ ഈ ഒരു റേസിൽ മാത്രമല്ല നിൻ്റെ ലൈഫിൽ തന്നെ നീ വിജയിക്കുകയാണ് ചെയ്തത്. "യു ഗോട്ട് അപ്പ് ആൻഡ് സ്റ്റാർട്ടഡ് എ ഫ്രഷ് ഈച്ച് ടൈം യു ഫെൽ." ഓരോ തവണ നീ പരാജയപ്പെടാനായിട്ട് പോകുമ്പോഴും നീ അതിനൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നിലെത്താനായിട്ട് ശ്രമിച്ചു. "യു ആർ എ റിയൽ ഹീറോ." നീയാണ് ശരിക്കുമുള്ള ഒരു റിയൽ ഹീറോ എന്ന് പറയുന്നത്. "യുവർ ട്രെയിനിങ് സ്റ്റാർട്ട്സ് ടുമാറോ." നിൻ്റെ പരിശീലനം നാളെ മുതൽ ആരംഭിക്കുകയാണ്. തരുൺ കുഡ് നോട്ട് ബിലീവ് ഹിസ് ഇയേഴ്സ്, ടിയേഴ്സ് ഫിൽഡ് ഹിസ് ഐസ് അഗെയിൻ. അതായത് അവൻ്റെ കാതുകൾക്ക് ആ ഒരു വാക്കുകൾ വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല. അതുപോലെ തന്നെ ഒരിക്കൽ കൂടി അവൻ്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. He smiled at his mother who hugged him and said, "You are the best son in the world." അവൻ അവൻ്റെ അമ്മയുടെ നേരെ ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷം അവർ പരസ്പരം ഒന്ന് ഹഗ് ചെയ്തു. അതിനുശേഷം അവൻ്റെ മദർ അവനോട് പറഞ്ഞു, "യു ആർ ദ ബെസ്റ്റ് സൺ ഇൻ ദി വേൾഡ്." ഈ ഒരു ലോകത്തിലെ ഏറ്റവും നല്ല മകനാണ് നീ എന്നുള്ള കാര്യം. അവൻ്റെ മദറിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു നല്ല വാക്കുകൾ അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അപ്രിസിയേഷനായിരുന്നു. കാരണം എന്തായിരുന്നു? അവന് ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു അവൻ്റെ ഫാമിലിയിലെ ഒരു ബ്ലാക്ക് ഷീപ്പാണെന്നുള്ള ആ ഒരു കോൺസെപ്റ്റായിരുന്നു അവൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. അതായത് അവനെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല എന്നുള്ള ആ ഒരു വിഷമവും സങ്കടമൊക്കെ അവൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റേസിൽ അവൻ വിജയിക്കുന്നതോട് കൂടിയിട്ട് തന്നെ തനിക്ക് എന്തെങ്കിലും ഒരു ടാലൻ്റ് ഉണ്ട് എന്നുള്ളത് തൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ കാണിക്കണം എന്നുള്ളത് അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഈ ഒരു റേസിൽ വിജയിക്കുന്നതോടെ അവൻ്റെ ഫാമിലിയിൽ അവനൊരു നിലയുണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു കോച്ചിൻ്റെ കീഴിൽ അവന് ആ ഒരു റേസ് പ്രാക്ടീസ് നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ 2 ഡ്രീമുകളും സക്സസ് ആവുകയാണ്. നമുക്കും ഉണ്ടാവും നമ്മുടെ ലൈഫിൽ നമ്മളെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള കുറേ കാര്യങ്ങൾ. ആദ്യത്തെ തവണയോ രണ്ടാമത്തെ തവണയൊക്കെ പരാജയപ്പെട്ടു പോയാലും വീണ്ടും വീണ്ടും അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇവിടെ തരുണിൻ്റെ കേസിൽ നമ്മൾ കണ്ടു അവൻ 3 തവണ വീണു പോയിട്ടും അവൻ അതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് ആ ഒരു റേസിൽ വിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു നെഗറ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഫെയിലിയേഴ്സിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ച ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ എത്താനായിട്ട് പരിശ്രമിക്കുക. നമ്മൾ എത്രത്തോളം പരിശ്രമിക്കുന്നോ അത്രത്തോളം നമുക്ക് വിജയത്തിലേക്കുള്ള ആ ഒരു വഴി എളുപ്പമായിരിക്കും. ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന സമയത്ത് ഓൾ എന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ടായിരിക്കും. അതുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം മൈ ലഞ്ച് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.